സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ആരാണ് ശരിക്കും ഈ വേടൻ? എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളുടെ ഉദരത്തിൽ നിന്ന് ഉരുവം കൊണ്ടത് പരുത്തിയല്ലോ, എരിക്കും തീ പോലൊരുത്തി. വേടൻ തീയാണ്. സ്വയം അഴുക്ക് ചാലിൽ ജനിച്ചവൻ ഞാൻ എന്ന് അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗായകൻ അവനവനെ അടയാളപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഗായകരുടെ നിരയിലോ എഴുത്തുകാരുടെ നിരയിലോ കവികളുടെ നിരയിലോ മറ്റേതെങ്കിലും ഒരുവൻ കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേദനയുടെ പ്രതിഫലനം മാത്രമല്ല, പ്രതിഷേധത്തിൻ്റെ ശബ്ദം കൂടിയാണ്. വേടൻ്റെ താളത്തിനൊപ്പം താളം പിടിക്കുന്ന ആ ക്രൗഡ് മുഴുവനും, അത് നിശാഗന്ധിയിലെ മാത്രമല്ല, കേരളത്തിൽ എവിടെ വേടൻ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഈ പുലിപ്പല്ലാണ് എന്നിവരെങ്ങനെയാണ് തീരുമാനിച്ചത്? ലോകത്തിലെ ഏതെങ്കിലും ഒരു കവി ആ മാടനോടും മറുതയോടും തൻ്റെ കാമുകിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയോട് ഉപമിക്കുന്ന അത്തരത്തിലുള്ള ഒരു എഴുത്ത്, തന്നെ അവഹേളിക്കാനുള്ള ഒരു അധിക്ഷേപ വാക്കായി ഉപയോഗിച്ചിരുന്ന ഒരു പദത്തെ തൻ്റെ അടയാള വാക്യമായിട്ട് ഉപയോഗിക്കാൻ ഒരുത്തൻ തീരുമാനിക്കുന്നു. വേടനെ തള്ളിക്കളയാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല, വേടനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകളുടെ നിശബ്ദത ഭേദിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉയർന്ന ഒരു ശബ്ദമെന്ന് ഒരു ജനത മുഴുവൻ കാതോർക്കുന്ന ഒരു മനുഷ്യൻ, അവൻ എൻ്റെ അഭിമാനമാണ്. അനുഗ്രഹീത ഗായകനും കവിയുമായ വേടൻ്റെ സുഹൃത്തും കേരള ദളിത് ഫെഡറേഷൻ്റെയും കേരള നവോത്ഥാന സമിതിയുടെയും സംസ്ഥാന സെക്രട്ടറിയും കോളേജ് അധ്യാപികയുമായ ശ്രീമതി ഡോക്ടർ വിനീത വിജയനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി വിനീത വിജയൻ. ഇപ്പോൾ വേടനെ അടുത്തറിയാവുന്ന ഒരു സുഹൃത്താണ് വിനീത. ആരാണ് ശരിക്കും ഈ വേടൻ? അതെന്ന് കേരളം ഏറ്റവും ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേര് കൂടിയാണ് വേടൻ എന്ന് പറയുന്നത്. ആരാണ് ഈ വേടൻ എന്ന് അറിയാത്തവർ തിരഞ്ഞ് ചെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളിലാണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. വേടനെ കേരളത്തിന് അത്ര വലിയ കാലം കൊണ്ടുള്ള പരിചയമില്ല. കേവലം 5 വർഷമായിട്ടേ ഉള്ളൂ വേടൻ എന്നൊരു പേര് കേരളത്തിൻ്റെ സാംസ്കാരിക ഇടത്ത് കേട്ടു തുടങ്ങിയിട്ടുള്ളത്. ശരിക്കുള്ള പേര് ഹിരൺദാസ് മുരളി എന്നാണ്. ഹിരൺദാസ് ജനിച്ച് വളർന്നത് തൃശ്ശൂരിലെ ഒരു, നമ്മൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശ്ശൂരിലെ അസാംസ്കാരികമെന്ന് അരികുമാറ്റപ്പെട്ട ഒരു റെയിൽവേ പുറമ്പോക്ക് കോളനിയിൽ ജനിച്ച് വളർന്ന വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം പാട്ടിൻ്റെ ലോകത്തിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത റാപ്പ് സംഗീതത്തിലൂടെ തനിക്ക് പറയാനുള്ള തൻ്റേതു മാത്രമല്ലാത്ത ശബ്ദങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതു ഇടത്തിലേക്ക് വന്നിട്ട് 5 വർഷത്തെ ഒരു കാലപ്പഴക്കമേ ആയിട്ടുള്ളൂ. പക്ഷേ ആ 5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൗഡ് പുള്ളറായിട്ടുള്ള അത് വെറും ക്രൗഡിനെ അല്ല, വേടൻ സ്വാധീനിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പുതിയ തലമുറയുടെ ഹരമായിട്ട്, പുതിയ തലമുറയുടെ അവരെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിട്ട് മാറുന്നത് കേവലം 5 വർഷത്തിനിടയിലാണ്. ആദ്യത്തെ ആൽബം വരുന്നത് 5 വർഷം മുമ്പാണ്, 2020 വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം. തീർച്ചയായിട്ടും ആ ശബ്ദമാണ് നമ്മളിപ്പം ഈ 5 വർഷത്തിന് ശേഷം വേടന് വേണ്ടിയിട്ട് തിരിച്ചു കേൾക്കുന്നത്. അതിൻ്റെ പ്രതിധ്വനികളാണ്. അവിടെയാണ് അതിൻ്റെ ഒരു 5 വർഷം മുമ്പ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പേരിലുള്ള ആദ്യത്തെ ആൽബത്തിലൂടെ ഞാൻ അരികുമാറ്റപ്പെട്ടവൻ്റെ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായിട്ടാണ് ഞാൻ എന്നെ സ്ഥാപിക്കുന്നതെന്ന്, സ്വയം അഴുക്ക് ചാലിൽ ജനിച്ചവൻ ഞാൻ എന്ന് അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗായകൻ അവനവനെ അടയാളപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഗായകരുടെ നിരയിലോ എഴുത്തുകാരുടെ നിരയിലോ കവികളുടെ നിരയിലോ മറ്റേതെങ്കിലും ഒരുവൻ കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന ചോദ്യം അത് ആ പാട്ടിലാണ്. ആദ്യത്തെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ആൽബത്തിലാണ് നീർനിലങ്ങളിൽ അടിമയാരുടമയാര്. ഒന്ന് ആലോചിച്ച് നോക്കണം. ചരിത്രത്തിൻ്റെ എത്രയോ ദശാബ്ദങ്ങൾക്ക് പുറത്തുള്ള ഭൂമിയുടെ ചരിത്രം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ജാതിയുടെ ചരിത്രവും ഭൂമിയുടെ ചരിത്രവും ഒരുമിച്ചാണ് ആരംഭിക്കുന്നത്. ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു ഐതിഹ്യ കഥയിൽ നിന്നാണ് പരശുരാമൻ മഴുപറിഞ്ഞ് കേരളത്തെ വീണ്ടെടുത്തു എന്ന് പറയുന്ന ഒരു ഐതിഹ്യത്തോടൊപ്പം ചേർത്ത് വയ്ക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. ആ വീണ്ടെടുത്ത ഈ മഴുപറിഞ്ഞെങ്കിൽ മഴുപറിഞ്ഞുണ്ടാക്കിയ കേരളത്തെ എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. ആ കേരളത്തെയാണ്
നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ഗാനങ്ങളിലടക്കം കേൾക്കുന്ന പോലെ വന്ന് 64 ബ്രാഹ്മണ ഗ്രാമങ്ങളായിട്ട് തിരിച്ച് ദാനം ചെയ്തു. രാജാക്കന്മാർ ഭൂമി ദാനം ചെയ്തതെല്ലാം ബ്രാഹ്മണർക്കാണ്. ആ ഭൂമിദാനത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? ജാതിയായിരുന്നു. ആ ജാതിയെ ചരിത്രത്തിൻ്റെ ഇത്ര നൂറ്റാണ്ടുകൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം വന്നിട്ട് ഈ നീർനിലങ്ങളിൽ വെള്ളവും ഭൂമിയും കരയും ഒക്കെ അതിൻ്റെ അടിമയും ഉടമയും ആരാണ്? ഈ അടിമ ഉടമ ബന്ധമാണ് യഥാർത്ഥത്തിൽ ചരിത്ര പുസ്തകങ്ങളിൽ അടിയാൻ എവിടെ എന്നുള്ളൊരു ചോദ്യം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഈ അടിയാളർ എന്ന് കണക്കാക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട മനുഷ്യരുടെ ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കിയതിൻ്റെ ചരിത്രത്തെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് ആ വോയിസ് ഓഫ് വോയിസ്ലെസ്സിലൂടെ വരുന്നത്. അതുപോലെ തന്നെ ഈ വേടൻ വേറൊരു പാട്ടിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ പാണനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത പശ്ചാത്തലത്തിൽ അനുഭവിച്ച വേദനയുടെ പ്രതിഫലനം കൂടിയാണോ? അത് വേദനയുടെ പ്രതിഫലനം മാത്രമല്ല, പ്രതിഷേധത്തിൻ്റെ ശബ്ദം കൂടിയാണ്. നമ്മൾ വേദനയുടെ പ്രതിഫലനങ്ങളായിട്ടുള്ള ഒട്ടേറെ പാട്ടുകൾ നമ്മുടെ നാടൻ പാട്ടുകളായിട്ടൊക്കെ നമ്മൾ കാലാകാലങ്ങളായി കേൾക്കുന്നുണ്ട്. അതിൽ മനുഷ്യർ വിറ്റ് വില വാങ്ങി നാനാദേശങ്ങളിലേക്ക് പിരിച്ചയക്കപ്പെടുന്ന അടിമവംശത്തിൻ്റെ രോദനങ്ങൾ, തങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ വേദനകൾ, ഇതൊക്കെ നമ്മൾ നാടൻ പാട്ടുകളിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കേൾക്കുന്നത് ആ കരച്ചിലിൻ്റെ ശബ്ദത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനി നമ്മൾ പോരാട്ടത്തിൻ്റെ അവിടെയാണ് നമ്മൾ വേടനെ ഒരു കൗണ്ടർ ഹെജിമണി കൾച്ചർ അല്ലെങ്കിൽ പ്രതിസംസ്കാരത്തിൻ്റെ രാഷ്ട്രീയമായിട്ട്, വേടൻ സ്വയം ഒരു രാഷ്ട്രീയമാണ്. വേടൻ്റെ രാഷ്ട്രീയം എന്ത്? വേടനാരെന്ന് ചോദിക്കുന്നത് പോലെ പ്രസക്തമാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ പ്രസക്തമാണ് വേടൻ എന്ന് പറയുന്നതിന് നമുക്ക് ആ പേരിൽ തന്നെ അധിക്ഷേപ വാക്കായി, തന്നെ അവഹേളിക്കാനുള്ള ഒരു അധിക്ഷേപ വാക്കായി ഉപയോഗിച്ചിരുന്ന ഒരു പദത്തെ തൻ്റെ അടയാള വാക്യമായിട്ട് ഉപയോഗിക്കാൻ ഒരുത്തൻ തീരുമാനിക്കുന്നു. അതിൽ തന്നെ പ്രതിരോധത്തിൻ്റെ വലിയ രാഷ്ട്രീയമുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്ന വേളയിൽ വേടൻ്റെ അറസ്റ്റും വേടനെ പുലിപ്പല്ലിൻ്റെ പേരിൽ കൊടുക്കാൻ നോക്കിയെന്നുള്ളതും അധികൃതർ അല്ലെ അധികാരിക വർഗം ശ്രമിച്ചതിൻ്റെ 10 ഇരട്ടിയായിട്ട് പൊതുസമൂഹം അതിനെതിരായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ്. തീർച്ചയായിട്ടും. ആരെങ്കിലും വേടനെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ആര്? വേടനെ കുടുക്കുക എന്നുള്ളത്, അതായത് നമ്മൾ വേട്ടയാടുന്നവനെയാണ് നമ്മൾ വേടൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം വേടൻ ഒരിക്കലും ഇരയാവില്ല എന്നുള്ളൊരു ആ പേരിൽ അങ്ങനെ ഒരു പ്രതിനിധാനമുണ്ട്. പക്ഷേ ഇവിടെ വേടൻ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. വേടൻ ആരുടെ ഇരയായിരുന്നു എന്ന് ചോദിച്ചാൽ വേടൻ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ ഇരയാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നതിൽ അധികാരമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് സിസ്റ്റത്തെ നിർവചിച്ചിരുന്ന സവർണ ഒളിഗാർക്കിയുണ്ട്. അങ്ങനെ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് കേരളത്തിലെ ജാതീയത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രത്യക്ഷ ജാതീയതയല്ല. നമ്മൾ എന്തിനാണ് വേടനെ ഒരു കലാകാരൻ എന്ന നിലയിൽ കണ്ടാൽ പോരെ? അദ്ദേഹത്തിൻ്റെ ജാതിയല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കലയല്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടെന്നുള്ള നിഷ്പക്ഷമെന്ന് തോന്നിക്കുന്ന, നിരുപദ്രവമെന്ന് തോന്നിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് നിരന്തരം. ഈ വിഷയത്തിനെ സംബന്ധിച്ച് തന്നെ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നായിട്ട് സമാന്തരമായി സ്ഥാപിക്കപ്പെടുന്ന ചോദ്യം അതാണ്. പക്ഷേ വേടൻ ദലിതനായതുകൊണ്ട് തന്നെയാണ് വേടൻ ഇരയാക്കപ്പെടുന്നത്. അതിൽ ജാതിയുടെ രാഷ്ട്രീയമുണ്ട്. വേടൻ ഒരു ക്രൗഡ് പുള്ളറാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുവതലമുറയിൽ ആരാധകരുള്ള ഗായകനാണ്. അന്നേരം ആ ഒരു വേടന് കിട്ടുന്ന അവസരങ്ങൾ ആരെയെങ്കിലും പേടിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വേദികളിലടക്കം അത്തരത്തിലുള്ള വലിയ ഫെസ്റ്റിവലുകളുടെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടികളിലടക്കം കാലാകാലങ്ങളായി ആർക്കാണോ കിട്ടുക, അതിൻ്റെ പിന്നിൽ വലിയൊരു ലോബി കേരളത്തിൽ പ്രവർത്തിച്ച് വന്നിരുന്നു എന്നുള്ളത് ഒരു പരമ യാഥാർത്ഥ്യമാണ്, പച്ചയായ യാഥാർത്ഥ്യം. അത് അറിയാത്തവരാരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇതര ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാസത്തിൽ ഒരു സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു കലാപരിപാടിയെങ്കിലും വലിയ ഒരു സ്റ്റേജിൽ നടത്തപ്പെടുന്ന ഒരിടം എന്ന നിലയിൽ നമ്മൾ അത്തരം പരിപാടികളെ, അത് ടാഗോറിലായാലും നിശാഗന്ധിയിലായാലും പുത്തരിക്കണ്ട മൈതാനത്തായാലും എവിടെയായാലും നമ്മൾ നോക്കിയാൽ അതിലെല്ലാം കാലാകാലങ്ങളായിട്ട് ചില പ്രത്യേക ആളുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആളുകൾ മാത്രമാണ് അവിടെയെല്ലാം പാട്ടിനെയും സംഗീതത്തെയും കലയെല്ലാം പ്രതിനിധീകരിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ആ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഇടത്തു നിന്ന് തങ്ങൾ തിരോഭവിക്കേണ്ടി വരുന്നു. വേടനെ പോലെയുള്ള ഒരാൾ
ഒരുപക്ഷെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയുമില്ല. കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു ഉദാഹരണം മാത്രമേ, അതും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ടീമിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകൾ വിദേശത്തായാലും സ്വദേശത്തായാലും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ കലാഭവനെ പോലെയുള്ള ഒരു സംഘമുണ്ട്. പക്ഷേ വേടൻ അങ്ങനെയല്ല. വേടൻ തന്നെ പറയുന്ന പോലെ ഒറ്റയ്ക്ക് വന്നവനാണ്, ഒറ്റയ്ക്ക് നിന്ന് പോകുന്നവനാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വേടനെതിരായിട്ടുള്ള ഈ നിലവിലുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം നിശാഗന്ധി എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു എക്സ്പോയുടെ ഭാഗമായി നടന്ന ആ പരിപാടിയാണ്. കാര്യം മറ്റ് ദേശങ്ങളിൽ വേടനെ കാണാനെത്തുന്ന യുവതലമുറയുടെ ഈ കുത്തൊഴുക്ക് അവർ കാണുന്നുണ്ട്. പക്ഷെ തിരുവനന്തപുരത്ത് അതുണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചവർക്ക് അതിന് വിപരീതമായിട്ടുള്ളൊരു കാഴ്ച അവിടെ കാണേണ്ടി വന്നു. ഈ നിശാഗന്ധിയിലെ ആൾക്കൂട്ടം ആരെയാണ് ഭയപ്പെടുത്തിയത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ എല്ലാം പിന്നിലുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് അത്തരം സംഭവ വികാസങ്ങളിലേക്ക് നീങ്ങാനിടയാക്കിയത് നിശാഗന്ധിയിലെ ആ ആൾക്കൂട്ടം. അതൊരു വെറും ആൾക്കൂട്ടമായിരുന്നില്ല. കേരളത്തിലെ വളരെ ഫിൽറ്റേർഡായിട്ട് നമുക്ക് പറയാം, പുതുതലമുറയിലെ ആളുകൾ, പുതിയ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരാണ് ആൺ പെൺ ലിംഗഭേദമില്ലാതെ, ഭേദം തീർച്ചയായിട്ടും അങ്ങനെയും കൂടി പറയേണ്ടതുണ്ട്, ഭേദമില്ലാതെ ഒഴുകി വരുന്ന, ഏത് ദിശകളിൽ നിന്ന് അവരുടെ ജീവനെ പോലും മറന്നുകൊണ്ട്, ഞാൻ നേരിട്ട് കണ്ട ആളാണ്. മരത്തിൻ്റെ മുകളിലായിക്കോട്ടെ, മതിലിൻ്റെ മുകളിലായിക്കോട്ടെ, ഇലക്ട്രിക് കമ്പിയുടെ അടുത്തായിക്കോട്ടെ, വേടനെ ഒന്ന് കണ്ടാൽ മതി, കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ മലയാളിക്കൊരു വരേണ്യ സംഗീത ബോധമുണ്ട്. അതായത് ഒരു പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ശരീരം ഇളകിപ്പോയാൽ അത് തനിക്ക് എന്തോ ഒരു കുറവാണെന്ന് ഒരു ഉൾവലിവ് തോന്നുന്ന, ഒരു ജാള്യത തോന്നുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ അറിയാം, അത്തരം പൊതു ഇടങ്ങളിലൊക്കെ ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുക എന്നുള്ളതാണ് സംസ്കാരമുള്ള മാന്യർക്ക് ചേർന്നതെന്ന് കാണിക്കുന്ന ആ വരേണ്യ മലയാളി ബോധത്തിൻ്റെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് വേടൻ പാടുന്ന ഓരോ വരി ഏറ്റുപാടുന്ന, വേടൻ്റെ താളത്തിനൊപ്പം താളം പിടിക്കുന്ന ആ ക്രൗഡ് മുഴുവനും, അത് നിശാഗന്ധിയിലെ മാത്രമല്ല, കേരളത്തിൽ എവിടെ വേടൻ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഇങ്ങനെ തന്നെ ഈ പറയുന്ന മറ്റേ ഒരു മാന്ത്രികതയിൽ ഒരു ഓടക്കൊള്ളൂതിയിട്ട് എലികളെ മൊത്തം കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞ പോലെ വേടൻ ഇങ്ങനെ ഈ ജനക്കൂട്ടത്തെ മുഴുവൻ ഒരു മാസ് ഹിസ്റ്റീരിയ പോലെ ഈ വാക്കുകളിലൂടെ, വരികളിലൂടെ സ്വാധീനിക്കുന്നത് കണ്ട് ഹാലിളകിയ സവർണ സംഗീത ലോബിയുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞതാണ് ഈ ഒരു നാടകത്തിന്റെ തിരക്കഥ. അതിന് ഫോറസ്റ്റ് ഓഫീസിലെ ചിലരെങ്കിലും കൂട്ടുനിന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം കേരള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ലഹരി കേസിൻ്റെ അകത്ത് മുന്നോക്കവും പിന്നോക്കവും ഒന്നുമില്ല, അത് കറക്റ്റാണ്. മറിച്ച് ഇത് അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്നാണ്. തീർച്ചയായിട്ടും CPM സംസ്ഥാന സെക്രട്ടറി വളരെ കടന്നു പറഞ്ഞു, വേടനോട് ചെയ്തത് ശരിയായില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. അന്നേരം അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു ലോബി ഫോറസ്റ്റ് സർവീസിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് വകുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അത് ഫോറസ്റ്റ് വകുപ്പിലെന്നല്ല, സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം. ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമാണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും സവർണ അധികാര ലോബി തന്നെയാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പോലും നമുക്ക്, അത് ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷി രാഷ്ട്രീയത്തെ അല്ല, കേരളത്തിൽ എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ള രാഷ്ട്രീയ അധികാര ബന്ധങ്ങളെ പോലും നിർവചിക്കുന്നതിൽ ഈ സവർണ ലോബിക്ക് വലിയ സ്വാധീനമുണ്ട്. അത് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്, പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ വേടൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്നും സർക്കാർ വിൽക്കുന്ന മദ്യവും സിഗരറ്റും ഒക്കെ വലിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ രാജ്യത്തെ നിയമം അതിൻ്റെ വഴി തേടട്ടെ. പക്ഷേ ഒരു അൺഡ്യൂ ഹേസ്റ്റ് അല്ലെങ്കിൽ ഒരു അനാവശ്യമായ തിടുക്കവും വിദ്വേഷവും വേടൻ്റെ കാര്യത്തിൽ ഈ ഫോറസ്റ്റ് വകുപ്പിൽ നിന്ന് ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ഫോറസ്റ്റ് വകുപ്പിൻ്റെ, അതായത് കോടനാട് സ്റ്റേഷൻ്റെ ഫോറസ്റ്റ്, ഞാൻ അങ്ങ് എടുത്തു തന്നെ പറയാം, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ വലിയ വേദനയും ഒരു രോഷവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്താവന. വേടൻ്റെ അമ്മ
അമ്മ മരണപ്പെട്ടിട്ട് 4 വർഷങ്ങളായി. ആ വേടന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല. അവർ ജാഫ്ന സ്വദേശിയല്ലേ, ശ്രീലങ്കയിലെ സ്വദേശിയാണ്. അത് ഇപ്പം എന്തോ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തിയ കുറ്റാരോപണം പോലെയാണ്. ശ്രീലങ്കൻ വംശജയാണ് വേടന്റെ അമ്മ എന്ന് ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആൽബം, അതിനുശേഷം അദ്ദേഹം പുറത്തിറക്കിയ സോഷ്യൽ ക്രിമിനൽ, ആ പേര് തന്നെ എന്തൊരു രാഷ്ട്രീയാത്മക, സോഷ്യൽ ക്രിമിനൽ എന്ന പേരായിട്ടുള്ള തൻ്റെ ആൽബം, ഒരു പക്ഷേ വേടൻ തന്നെ പറയുന്നത് എൻ്റെ ജീവിതം ഞാൻ ഏറ്റവും ഭംഗിയായി പകർത്തി വെച്ചിട്ടുള്ള ഒരു ആൽബം, എൻ്റെ ജീവിതം തന്നെയാണത് എന്ന് പറയുന്ന ആൽബത്തിൻ്റെ അകത്ത് വേടൻ തൻ്റെ അമ്മയെ അടയാളപ്പെടുത്തുന്നത്, എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്ന് ആരോ തുരത്തി. ജാഫ്ന ശ്രീലങ്കയുടെ തലസ്ഥാനമാണെന്നും ശ്രീലങ്കയിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന അഭയാർത്ഥികളിൽ ഒരുവളാണ് തൻ്റെ അമ്മ എന്നും, ആ പലായനത്തിൽ നമ്മൾക്കൊക്കെ ഓർമ്മകളും നമ്മുടെ അനുഭവവും. അടുത്ത വരിയുണ്ടല്ലോ, ഒരുത്തി എന്നുള്ള കഴിഞ്ഞിട്ട്, ആ ഒരുത്തി കല്ലുപോലൊരുത്തി, എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളുടെ ഉദരത്തിൽ നിന്ന് ഉരുവം കൊണ്ടത് പരുത്തിയല്ലോ, എരിക്കും തീ പോലൊരുത്തൻ. ആ മനുഷ്യൻ, ആ എരിക്കും തീ പോലെ ആ അഭയാർത്ഥിനിയായ സ്ത്രീ, ദലിതനായിട്ടുള്ള ഒരാളുടെ പിതൃത്വത്തിൽ നിന്ന് അഭയാർത്ഥിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മാതൃത്വത്തിൽ നിന്ന് ഉരുവം കൊണ്ട് ആ എരിക്കും തീ പോലെ ഒരുത്തൻ എരിക്കുകയാണ് അവൻ്റെ വാക്കുകളിലൂടെ, അവൻ്റെ കവിതയിലൂടെ, പാട്ടിലൂടെ, സംഗീതത്തിലൂടെ. തീയാണ്, അക്ഷരാർത്ഥത്തിൽ തീയാണ്. ആ തീയാണ് ഈ കേരളത്തെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഒരു പ്രതിഷേധമായി ആളിപ്പടരുന്നത്. ആ പ്രതിഷേധത്തിന് ജനാധിപത്യ ബോധമുള്ള സമൂഹം വേടനൊപ്പം നിലകൊണ്ടത് എന്തുകൊണ്ടാണ്? അത് നീതി നിഷേധത്തിന്റെ വിഷയമായത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം താങ്കൾ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. എന്ത് ആവശ്യമാണ് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചത്? നമ്മൾ വേടന്റെ ആവശ്യങ്ങളായിരുന്നു. വേടനോട് സംസാരിച്ച് വേടന്റെയും കൂടി താല്പര്യങ്ങൾ, വേടൻ എന്താണ് ഈ വിഷയത്തിൽ, അതായത് ഒരു നീതി നിഷേധിക്കപ്പെടുമ്പോൾ ആ നീതി ആർക്കാണോ നിഷേധിക്കപ്പെടുന്നത് അവരുടെ താല്പര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. തീർച്ചയായിട്ടും വേടനോട് നമ്മുടെ ടീമും, ഞാനും ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ സുഹൃത്തുക്കൾ, സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ശ്രീജ നെയ്യാറ്റിങ്കര, കേരള കരകൗശല കോർപ്പറേഷൻ്റെ ചെയർമാൻ പി രാമഭദ്രൻ സാറ്, ഞങ്ങളെല്ലാവരും ചേർന്നിട്ടാണ് നിരന്തരമായിട്ട് ഈ വിഷയമുണ്ടായ സമയം മുതൽ ഗവൺമെൻറ്റിൻ്റെ മേലും അതുപോലെ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന വനം വകുപ്പിൽ തിരുത്തലുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലനിന്നിരുന്നത്. അതിൻ്റെ ഒരു ഫൈനൽ പ്രൊസീജിയർ എന്ന നിലയിലാണ് കേരള മുഖ്യമന്ത്രിയെ തന്നെ കണ്ട് വേടന് വേണ്ടിയിട്ട്, വേടനും കേരളത്തിലെ വേടന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു പൗരസമൂഹമുണ്ട്, ജനാധിപത്യ ബോധമുള്ള, നീതി നിഷേധത്തിനെതിരെ ജാഗ്രതയോടെ നിലകൊള്ളണമെന്ന് ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെയും കൂടെ റെപ്രസെൻറ്റേഷനായിട്ട് ഞങ്ങൾ കൊടുത്ത അതിലെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത്, വേടനെതിരായിട്ട് വനം വകുപ്പ് ചുമത്തിയിട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കുക. അതൊന്നും ന്യായമുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ അവർക്ക് അന്വേഷണം നടത്താം. ഈ പുലിപ്പല്ലാണ് എന്നിവരെങ്ങനെയാണ് തീരുമാനിച്ചത്? അതേതെങ്കിലും ശാസ്ത്രീയ അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവർ അസ്യൂം ചെയ്യുകയാണ്. ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു വസ്തു കണ്ടാൽ ഉടനെ അത് ഇന്നതാണ് എന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് വിവേചിച്ചറിയാം. ഒരു സുഹൃത്ത് സമ്മാനിച്ച പുലിപ്പല്ല് വേടൻ വേട്ടയാടി പിടിച്ചതെന്നുള്ള രീതിയിലുള്ള കുറ്റങ്ങൾ ചുമത്താൻ നോക്കി. അല്ല, അപ്പം മാത്രമല്ല അതിന്റെ അവർക്ക് തന്നെ കോടതി തള്ളിക്കളഞ്ഞത്. മാത്രമല്ല അത് ഈ പറയുന്ന ആള് വാങ്ങിയതെന്ന് പറയപ്പെടുന്നത് തായ്ലൻഡിൽ നിന്നാണ്. തായ്ലൻഡിനെ കുറിച്ച് അവിടെ പോയിട്ടുള്ള സഞ്ചാരികളോട് അന്വേഷിച്ചറിയാം. അവിടെ സ്ട്രീറ്റിൽ പോലും അവിടെ പുലിപ്പല്ലെന്നല്ല ഈ പറയുന്ന മൃഗ ശരീരഭാഗങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു സുഹൃത്ത്, തായ്ലൻഡ് ബന്ധമുള്ള ഒരു സുഹൃത്ത്, അത് നേരിട്ട് അറിയുന്ന ആളല്ല, ഇവർ വേടൻ്റെയും സുഹൃത്തുക്കളുടെയും, ഞങ്ങൾ ഈ വിഷയമുണ്ടായ നിമിഷം മുതൽ വേടനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു. കാര്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഫോൺ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലാണ്. എന്നിട്ട് അവർ പാരലായിട്ട് എടുത്ത ഒരു നമ്പർ, വിനായക് എന്ന പേരായിട്ടുള്ള വേടൻ്റെ മാനേജറുമായിട്ടാണ് പിന്നീട് നമ്മൾ ഈ പാരലൽ നമ്പറിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ വേടൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടക്കം അതിലെ ചാറ്റുകളടക്കം ഒക്കെ പരിശോധിച്ചിട്ടും ഈ പറയപ്പെടുന്ന ആളുമായിട്ട് വേറൊരു തരത്തിലുള്ള ഒരു നിത്യ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും തെളിവുകളോ അവർക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. അവർ വെറുതെ കീഴടങ്ങുകയോ പിൻവലിക്കുകയോ ഒന്നും ആയിരുന്നില്ല. ഇന്നിപ്പം വേടനോട് വന്നിട്ട് ആ മാലയും ഫോണും തിരിച്ചു വാങ്ങാനായിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർ എന്തുമാത്രം തെറ്റാണ് അവർ ചെയ്തത്? അവിടെയാണ് ഈ അനീതിയുടെ ആഴം നമുക്ക് വെളിപ്പെടുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞ മറ്റാവശ്യങ്ങൾ എന്താണ്? കേസുകളെല്ലാം പിൻവലിക്കുക. 2, ആരോപണത്തിന്റെ പേരിൽ ഇപ്പം മയക്കുമരുന്ന് കേസിന്റെ പോലും പേരിൽ നമുക്കൊരു പക്ഷേ അതിൽ
കേൾക്കുന്നവർക്ക് യുക്തിസഹമല്ല. അപ്പോൾ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുള്ള 5 ഗ്രാമോ 500 ഗ്രാമോ എന്നുള്ളത് പോകട്ടെ, ഒരാളെ കൊണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചെയ്യിക്കാമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ട് ചെയ്യിച്ചൂടാ? ലഹരിയുടെ ദുരുപയോഗത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളും അറിയുകയും അത് ഏറ്റുപറയുകയും അതിൽ നിന്ന് ഞാൻ വിമുക്തനായി പുറത്തു വരികയും ചെയ്യുമെന്ന് പറയുന്ന ഒരാളല്ലേ അതിന് ഏറ്റവും യോഗ്യൻ. അതുപോലെ വേടൻ സിന്തറ്റിക് ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്റെ പരിപാടികളിൽ സിന്തറ്റിക് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. മാത്രമല്ല, മദ്യപാനത്തിൽ നിന്ന് വിമുക്തനായ ഒരാൾക്ക് മാത്രമേ മദ്യപാനത്തിന്റെ ദുരന്തങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും ഏറ്റവും കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുണ്ട്. തീർച്ചയായും മൂന്നാമത്തെ ആവശ്യം അതാണ്. വനം വകുപ്പിലെ പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഒരിക്കലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ളത് മാറ്റി നിർത്തട്ടെ. ഒരു നമ്മൾ എതിർക്കേണ്ട ഫാസിസത്തിൻ്റെ തന്നെ മറ്റൊരു മുഖമാണ് ഒരുത്തൻ്റെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ഒരു ജന്മം കൊണ്ട് കുറ്റവാളിയാകുന്ന ഒരാളാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. അതിൽ വംശീയതയുടെ അംശമുണ്ട്. ശ്രീലങ്കൻ വംശജയാണ് അമ്മ എന്നുള്ളത് കൊണ്ട് ഈ കുറ്റകൃത്യത്തിൻ്റെ ഇതൊരു കുറ്റകൃത്യമാണ് എന്ന് സ്ഥാപിക്കുന്നു. ആ കുറ്റകൃത്യം ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉൾപ്പെടുത്തുന്നു. വനാവകാശ നിരോധന നിയമപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട മനുഷ്യരെ അത്തരം നിയമങ്ങളുടെ പിന്നാമ്പുറത്ത് നിർത്തിയിട്ട് അവരെ കുറ്റവാളികളാക്കുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ട്. കേരളത്തിലെ പോക്സോ കേസുകളിൽ ജയിലിലാക്കപ്പെടുന്നതിൽ 75% ഗോത്രാചാര പ്രകാരം വിവാഹം അനുവദനീയമായിട്ടുള്ള ഗോത്രങ്ങളിൽ പെടുന്ന മനുഷ്യരെയാണ്. അപ്പം ദലിതനും ആദിവാസികൾക്കും മേൽ ഉപയോഗിക്കുന്ന നീതി മറ്റൊന്നും. യഥാർത്ഥത്തിൽ പോക്സോ കേസിലെ പ്രതികളാക്കപ്പെടേണ്ട ആളുകൾ അവർ നിയമത്തിൻ്റെ ലൂപ്ഹോളുകൾ ഉപയോഗിച്ച് പോവുകയും ജാമ്യം എടുക്കാനായിട്ട് ഒരു തുണ്ട് പേപ്പർ വനാവകാശ നിയമപ്രകാരമുള്ളവർക്ക് എവിടെയാണ് ഭൂമിയുടെ രേഖ? അതില്ലാത്തത് കൊണ്ട് ജാമ്യം നിഷേധിക്കപ്പെട്ട് ഇന്നും കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കിടക്കുന്ന ആദിവാസികൾ ഇതിന് സമമായിട്ട് വനം വകുപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അപ്പം ഈ വനം വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള നടപടി അത് വകുപ്പ് തല അന്വേഷണം നടത്തി ഉചിതമായ ശിക്ഷാ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സമീപനം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സമീപനമായിരുന്നു. മാത്രവുമല്ല, വേടനെ തള്ളിക്കളയാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല. വേടനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അതിൻ്റെയോട് ഭാഗമായിട്ട് ഈ ബഹിഷ്കരണത്തിൽ നിന്ന് വേടനെ ഒഴിവാക്കണം. അത് വേടൻ്റെയും കൂടി ഒരു ആവശ്യമാണ്. കാര്യം അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു തരത്തിലുള്ള സോഷ്യൽ പ്രിവിലേജുകളും ഇല്ലാത്ത ഒരു കലാകാരൻ അവൻ്റെ പ്രതിഭയുടെ ആ ബലം കൊണ്ട് മാത്രം കേരളത്തിൽ നേടിയെടുത്ത ഒരു വിസിബിലിറ്റി, സ്വീകാര്യത, അംഗീകാരം, ഇത്തരം കാര്യങ്ങളെയൊക്കെ ഈ ഒരൊറ്റ ആരോപണത്തിൻ്റെ പേരിൽ ഇല്ലായ്മ ചെയ്യാനായിട്ട് കേരളത്തിലെ പുരോഗമന ജനകീയ സർക്കാരിന് അങ്ങനെ തള്ളിക്കളഞ്ഞാൽ അത് അവരുടെ മുഖച്ഛായക്ക് തന്നെയാണ് മങ്ങലേൽപ്പിക്കുക. അങ്ങനെ ഒരു ഇതിലേക്ക് പോരുത് എന്നുള്ളൊരു ആവശ്യം അത് ബഹിഷ്കരിക്കില്ല എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ അകത്ത് വേടനെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച വാക്ക് തന്നെ കൊടുക്കാൻ നോക്കിയവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറേയെങ്കിലും വിജയം കിട്ടി. കാരണം വേടൻ്റെ പരിപാടികളെല്ലാം ഇപ്പോഴത്തെ ഈ ഒരു അനിശ്ചിതത്വത്തിൽ കുറച്ച് റദ്ദായി. പക്ഷെ അതൊരു കേവലമായ വിജയം മാത്രമാണ്. കാര്യം വേടൻ പോലും വിചാരിക്കാത്ത വിസിബിലിറ്റിയിലേക്ക് ഇപ്പം വേടൻ്റെ പാട്ടുകൾ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പം ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പം ഇത് വേടന് ഒരർത്ഥത്തിൽ ഗുണകരമാവുകയല്ലേ ചെയ്തത്. കാര്യം എൻ്റെ കൊച്ചുമക്കൾ വേടനെ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേടനെ കേൾക്കുന്നത് ഈ വിഷയമുണ്ടായപ്പോഴാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അനുഭവമല്ല. ഈ വിഷയമുണ്ടാവുകയും വിവാദമാവുകയും ചെയ്തപ്പോൾ വേടനെ തെരഞ്ഞു പിടിച്ച് കേട്ട മനുഷ്യരിലേക്കും കൂടെ വേടൻ ഉയർത്തിവിട്ട ആ പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ അല എത്തുകയാണ്, അതിൻ്റെ സ്വാധീനം എത്തുകയാണ്. ആ അർത്ഥത്തിൽ വേടൻ എന്ന കലാകാരന് ഇത് ഗുണകരം തന്നെയാണ്. വേടൻ മുഖ്യമന്ത്രിയെ കാണാനും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അടുത്ത സർക്കാരിൻ്റെ 4ാം വാർഷിക പരിപാടികളുടെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ തലമുറ ആണ് വേടൻ്റെ പാട്ട് പഴയ തലമുറയിലേക്ക് ഇപ്പം പകർന്നുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ അച്ഛനമ്മമാരിലേക്കൊക്കെ. പക്ഷേ ഈ വേടൻ്റെ പാട്ട് തിരഞ്ഞ കൂട്ടത്തിൽ വേടൻ്റെ ജാതിയും ഉപജാതിയും തിരഞ്ഞു എന്നുള്ളൊരിതുമുണ്ട്. അതേക്കുറിച്ച് എന്ത് പറയുന്നു? അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു നമുക്ക് ചിരി വരുന്നൊരു ഫാക്ടർ. അതാണ് ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉപജാതി സ്വത്വങ്ങൾക്ക് ഉപരി നിൽക്കുന്ന അദ്ദേഹം തീർച്ചയായും ദലിത് സ്വത്വത്തിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. അത് സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം പാടുന്നത്. അംബേദ്കറേയും അയ്യൻകാളിയെയും പൊയ്കയിൽ അപ്പച്ചനെയും ഒക്കെ അവരുടെ വരികളും കൂടിയാണ് അദ്ദേഹം ഏറ്റുപാടുന്നത്. അവർ ഉയർത്തുന്ന ജാതി വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യം പുലരുന്ന ഒരു ലോക അല്ലെങ്കിൽ ദേശനിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ്
അല്ലെങ്കിൽ ഭൂമിയുടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട്. പിന്നെ ചരിത്ര നിർമ്മിതിയുടെ വേറൊരു അംശം കൂടിയുണ്ട്. നമ്മൾ ആ തരത്തിൽ കൂടി കാണണം. നമ്മൾ കാലാകാലങ്ങളായിട്ട് അയ്യൻകാളി, മഹാത്മാ അയ്യൻകാളിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് രാജപാതയിലൂടെ വില്ലുവണ്ടി ഓടിച്ചു വന്നു എന്ന് മാത്രമാണ്. പക്ഷേ വേടൻ എഴുതുമ്പോൾ അതിൽ വേറൊരു അംശം കൂടിയുണ്ട്. ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എൻ്റെ മുഖമുറിഞ്ഞ് ആ കല്ല് പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറിപ്പായുമ്പോൾ എന്നോട് തലപ്പാവിനെന്ത് തിളക്കം. ചരിത്രത്തിൽ നമ്മൾ എങ്ങനെയാണ് അയ്യങ്കാളിയെ അടയാളപ്പെടുത്തേണ്ടതെന്ന് വരികളിലൂടെ വളരെ സുന്ദരമായിട്ട് കാണിച്ചു തരികയാണ്. ഈ കല്ലെറിഞ്ഞിട്ടുള്ള ഉത്തമന്മാരാരാണ്? ജാതിബോധത്തിൽ വരേണ്യത നടിച്ച് കാലാകാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ നേരെ എറിഞ്ഞ കല്ലുകൾ കൂട്ടിയിട്ട് പാത വിരിച്ചിട്ട് ആ പാതയിൽ തലപ്പാവും വെച്ച് വന്ന മഹാത്മാ അയ്യൻകാളിയെ സ്ഥാപിക്കുമ്പോൾ അവിടെ എന്താണുള്ളത്? അതാ ഞാൻ പറഞ്ഞ പ്രതിസംസ്കാരത്തിൻ്റെ ആ രാഷ്ട്രീയമാണ് വേടൻ്റെ വരികളിലൂടെ നമ്മളിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. വേടൻ അനുഗ്രഹീത ഗായകൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, പക്ഷേ വേടൻ ഒരു അനുഗ്രഹീത കവി കൂടിയല്ലേ? ഇത്ര ശക്തമായ ഭാഷ, തുളച്ചു കയറുന്ന ആ അർത്ഥത്തിൽ. ഇപ്പം ഇന്നലെ മദ്രാസ് സർവകലാശാലയിലെ അധ്യാപകനായിട്ടുള്ള സന്തോഷ് ഓക്കയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. മദ്രാസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അവരുടെ PG സ്റ്റഡീസിൻ്റെ ഭാഗമായി മലയാള റാപ്പ് സംഗീതത്തിലെ വേടനെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡെസർട്ടേഷൻ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു. എനിക്ക് വളരെ അഭിമാനമുണ്ടാക്കി. വേടൻ ആ തരത്തിൽ, ഞാൻ സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ്, കോളേജ് അധ്യാപികയാണ്. അപ്പം ആ അർത്ഥത്തിൽ വേടൻ അങ്ങനെ വായിക്കപ്പെടേണ്ട ഒരു കവി കൂടിയാണ്. അദ്ദേഹം എഴുതുന്ന വരികൾ കവി മാത്രമല്ല, നായാട്ട്, മഞ്ഞുമ്മൽ ബോയ്സ് തുടങ്ങിയിട്ടുള്ള സിനിമകളിലെ പാട്ടെഴുത്തുകാരനും കൂടിയാണ്. മഞ്ഞുമ്മൽ ബോയ്സിലാണെന്ന് തോന്നുന്നു കുതന്ത്രതന്ത്രം ഒന്നും അറിയില്ല, പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകൾ. അപ്പം മലയാള ഗാനരചനയുടെ, കവിതയുടെ, പാട്ടിൻ്റെ, നമ്മൾ സാമ്പ്രദായികമായിട്ട് കേട്ടു വന്നിട്ടുള്ള ഗായകരെല്ലാം പാട്ട് പാടുക, ആരെങ്കിലും എഴുതി കൊടുത്ത് സംഗീതം ചെയ്ത പാട്ടുകൾ പാടുക മാത്രം ചെയ്തിട്ടുള്ളതാണ്. സർഗാത്മകതയുടെ ഒരംശം മാത്രമാണതെങ്കിൽ എഴുത്തിൽ, ഭാഷയുടെ തിരഞ്ഞെടുപ്പിൽ, ആ കവിതയുടെ സംഗീതാത്മകതയിലേക്ക് അതിനെ പരുവപ്പെടുത്തുന്നതിലൊക്കെ ഒരു പ്രതിഭയുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്നുകൊണ്ടാണ്, ഏറ്റവും അതിൻ്റെ ഉത്തുംഗതയിൽ നിന്നുകൊണ്ടാണ് വേടനെ പോലെയുള്ള ഒരാൾ അതിലേക്ക് തന്നെ സ്ഥാപിക്കുന്നത്. അനുഗ്രഹീത കവി എന്ന് ഞാൻ പറഞ്ഞത് വേടന് അധികം വിദ്യാഭ്യാസം നേടാൻ അവസരം ഉണ്ടായിട്ടില്ല. അന്നേരം അതിൽ നിന്ന് ഇത്രയും ഒരു തിളങ്ങുന്ന വാക്കുകൾ, അല്ലെങ്കിൽ തിളയ്ക്കുന്ന വാക്കുകൾ എഴുതാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ ഇതാണ്. തിളപ്പ് വരുന്നത് ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നാണ്. നമ്മൾ മാനക മലയാളം അരിച്ചു മാറ്റിയ വാക്കുകൾ പലതും വേടൻ്റെ നിഘണ്ടുവിൽ നിന്ന്, വേടൻ്റെ പാട്ടുകളുടെ നിഘണ്ടുവിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാം. ഉദാഹരണത്തിന് ഒരു ചെറിയ വാക്ക് പയണം. ഈ വാക്ക് നമ്മൾ യാത്രയ്ക്ക് പകരമായിട്ട് പയണം എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതൊരു ദ്രവീഡിയൻ കൾച്ചറിൽ നിന്നാണ് വരുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ മോണലോവ എന്ന് പറയുന്ന ഒരു ആൽബത്തിൻ്റെ അകത്ത് അദ്ദേഹം തൻ്റെ കാമുകിയെ വിശേഷിപ്പിക്കുന്ന, നീ എൻ്റെ ഉറക്കം കെടുത്താൻ നീ ആരും മാടൻ മറുതയോ എന്ന് ചോദിക്കുന്നുണ്ട്. ലോകത്തിലെ ഏതെങ്കിലും ഒരു കവി ഒരു മാടനും മറുതയോ ആരാണെന്ന് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ആ മാടനോടും മറുതയോടും തൻ്റെ കാമുകിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയോട് ഉപമിക്കുന്ന അത്തരത്തിലുള്ള ഒരു എഴുത്ത്. ഈ വേളയിൽ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് എനിക്കൊരു കാമുകി ഉണ്ടെന്നും ആ കാമുകിക്ക് വേണ്ടിയാണ് മോണലാവ എന്നുള്ള പുതിയ പാട്ട്. തിളയ്ക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ ലാവയോട് തൻ്റെ കാമുകിയെ ഉപമിച്ചുകൊണ്ട്. അത് മാത്രമല്ല സാർ, അതിൻ്റെ അകത്ത് ഒരു പ്രയോഗമുണ്ട്, എന്നെ ഒരു ഭാഷാധ്യാപിക എന്ന നിലയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രയോഗം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിന്നെ പെറ്റത് ഏതു മഹാനോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ കാലാകാലങ്ങളായി വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭാഷയിലൊരു ലിംഗപരതയുടെ ബൈനറി ഉണ്ട്. ഇപ്പോൾ പശു, കാള എന്ന് പറയുന്ന പോലെ ഒരു ലിംഗം, സ്ത്രീലിംഗം, പുല്ലിംഗം എന്ന് വേർതിരിക്കപ്പെട്ട ആ ബൈനറിയെ ഉടച്ചു കളയുന്നുണ്ട്. നിന്നെ പറ്റത് ഏത് മഹാനോ എന്നാണ് ചോദിക്കുന്നത്, മഹതിയോ എന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഈ വ്യവസ്ഥപ്പെടുത്തലുകൾക്കുള്ളിൽ നിൽക്കേണ്ടതാണ് കവിത, പാട്ട്, കല എന്നുള്ളതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വ്യവസ്ഥാപിതത്തിനപ്പുറം, ദേശാതിതൃപ്തികൾക്കപ്പുറത്തേക്ക്, അത് കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ടവരുടെയോ ദലിതരുടെയോ പാട്ട് മാത്രമല്ല, ഐലൻ കുർദിയെക്കുറിച്ച്, ഐലൻ നിന്റെ കാലുകൊണ്ട് നീ കടലാഴം വളർന്നല്ലോ എന്ന് പറയുന്ന ടീച്ചറിന് ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ് എടുത്തു പറയാവുന്നത്? വേടൻ്റെ ആദ്യത്തെ പാട്ടിലെ നീർനിലങ്ങളിൽ അടിമയാരുടമയാരെന്നുള്ള ചോദ്യം മുതൽ ചരിത്രത്തിൽ അടക്കി വെച്ചിരുന്ന, അല്ലെങ്കിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരുന്ന ഒരു വിത്ത് ഇങ്ങനെ ഉറവ് പൊട്ടി മേലേക്ക് വരുന്നത് പോലെ അതിങ്ങനെ പടർന്നു പന്തലിക്കുന്ന ഒരു കാഴ്ചയിൽ എഴുതപ്പെട്ട ഓരോ വരിയും പ്രിയപ്പെട്ടതാണ്. അതിൽ
ഒരു ഭാഷാധ്യാപിക എന്ന നിലയിൽ ഇതിൻ്റെ ഭാഷയുടെ ഈ ദ്രവീഡിയൻ, ഞാൻ പറഞ്ഞ അത് തന്നെയാണ്, നമുക്ക് മാനക മലയാളത്തിൽ നിന്ന് അരിച്ചു മാറ്റപ്പെട്ട വാക്കുകളുടെ ഒരു തടസ്സമില്ലാത്ത ഒഴുക്ക്. നമ്മൾ റാപ്പ് സംഗീതത്തിൽ നമ്മളെ അസ്വസ്ഥരാക്കിയിരുന്ന ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതിൽ പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഏത് തലമുറയും ഒരു തവണ കേട്ടാൽ ഒന്നുകൂടി കേൾക്കാൻ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു മാന്ത്രികമായ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളുള്ള പാട്ട് ഏതാണ്? ഞാൻ ആവർത്തിച്ച് കേൾക്കുന്നൊരു വരി ആദ്യം പറഞ്ഞ, അതായത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനെന്ന് മാത്രമല്ല, വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള പ്രചോദനം നൽകുന്ന ഒരു വരികളുണ്ട്. കല്ലുകൾ നിങ്ങളുടെ നേരെ വന്നോട്ടെ, ആ കല്ലുകൾ നിങ്ങൾ ദൂരേക്ക് എറിഞ്ഞു കളയരുത്. അതിനെ നിങ്ങൾക്ക് ആ വീഴ്ചകളെ, ഇന്നത്തെ വീഴ്ച നാളെ അറിവാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന, അറിവാണ് വിമോചനായുധം എന്ന് പറഞ്ഞു കൊടുത്തത് ബാബാ സാഹബ് ഡോക്ടർ അംബേദ്കറാണ്. അറിവിലൂടെയാണ് നമുക്ക് ആ സാറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത്രയധികമൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യൻ ലോകരാഷ്ട്രങ്ങളിലെല്ലാം മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ട് നരകമായി തീർന്നിട്ടുള്ള ഇടങ്ങളെക്കുറിച്ച്, ഐലൻഡ് കുർദിയെക്കുറിച്ച്, അതുപോലെ അന്റാർട്ടിക്കയിലെ മഞ്ഞുവീഴ്ചയിൽ ഭൂമി ആഗോളതാപനത്തിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന, ആമസോൺ കാടുകളിൽ ചുട്ടരിക്കപ്പെടുന്ന മൃഗങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന, അവിടെയാണ് വേടൻ യഥാർത്ഥത്തിൽ മൃഗങ്ങളെ, മണ്ണിനെ, മനുഷ്യനെ, ഭൂമിയെ എല്ലാത്തിനെയും സ്നേഹിക്കുന്ന വേടൻ്റെ വീഡിയോകളിൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ PR വർക്കിൻ്റെ ഭാഗമായിട്ട് ആളുകളോട് സ്നേഹം കാണിക്കുന്ന തരത്തിൽ ചില സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വീഡിയോകൾ, അതിൽ പക്ഷേ ഗായകരതിൽ നിന്ന് എക്സെപ്ഷൻസ് ഉണ്ട്. അകറ്റി നിർത്തുന്ന ഗായകരെ നമ്മൾ കണ്ടിട്ടുള്ളൂ, തൊട്ടുകൂടായ്മ പ്രഖ്യാപിക്കുന്ന ഗായകരെ കണ്ടിട്ടുള്ളൂ. അതേസമയം എടാ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലൊരാളാണ്, നിങ്ങളുടെ ചേട്ടനാണ് എന്ന് കുഞ്ഞു മക്കളോട് പറയുന്ന, ഡിസേബിലിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിൻ്റെ ആൾരൂപം തന്നെ. അപ്പം ഒരു വേടൻ്റെ ഐക്കണായിട്ട് കാണിക്കുന്ന ആ ഒരു പേരെഴുതുമ്പോൾ തന്നെ വേടൻ എന്നുള്ളതിലെ ഒരു നായ്ക്കുട്ടിയുടെ രൂപമാണ്. അത് അവൻ ഓമനിച്ച് വളർത്തുന്ന നായ്ക്കുട്ടിയാണ്. അത്തരത്തിൽ മനുഷ്യരോട് മാത്രമല്ലാത്ത ലോകത്തോടും സകല ജീവജാലങ്ങളോടും സ്നേഹത്തിന്റെ ആൾരൂപമായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കേരളത്തിന്റെ പൊതു മനസാക്ഷി വേടനൊപ്പമാണ്. തീർച്ചയായിട്ടും. വേടൻ ആരൊക്കെയുണ്ട് അല്ലാതെ ബന്ധുക്കൾ എന്ന് പറയുന്നത്? അമ്മ 4 വർഷം മരണപ്പെട്ടു പോയി, അച്ഛനുണ്ട്, അനുജത്തിയും അനുജനുമുണ്ട്. അവർ തൃശ്ശൂരാണ് താമസം. ഈ റെയിൽവേ പുറമ്പോക്കിൽ നിന്നെല്ലാം മാറി അത്യാവശ്യം നല്ല ഒരു വീടും ഒരു ചുറ്റുപാടിലേക്കും നിലവിലെ സാഹചര്യങ്ങളിൽ മാറാനായിട്ട് വേടന് സാധിച്ചിട്ടുണ്ട്. വേടനെ അലട്ടിയിരുന്ന ഒരുപക്ഷെ 2020 അദ്ദേഹത്തിൻ്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് ഒക്കെ ഹിറ്റായതിനു ശേഷം കൊടുത്ത അഭിമുഖങ്ങളിൽ നമ്മൾ നോക്കിയാൽ കാണാം, അദ്ദേഹം പറയുന്ന വേദനയോട് പറയുന്ന, ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ്റെ വേദന, സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി ഇല്ലാതെ പോകുന്നവൻ്റെ വേദന എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അത് എൻ്റെയും കൂടി വേദന ആയതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് ആ അവസ്ഥയിൽ നിന്നെല്ലാം മാറി അവനവൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയ മണ്ണിൽ ഭൂമിയുടെ അവകാശിയായിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നുണ്ട്. ആ ശബ്ദം അദ്ദേഹത്തിൻ്റെ മാത്രം ശബ്ദമല്ല എന്നുള്ളിടത്ത് കേരളത്തിൻ്റെ മുഴുവനും ശബ്ദം വേടന് വേണ്ടി ഉയരുന്നുണ്ട്. വേടൻ വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. തീർച്ചയായും. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ മക്കളെ നിങ്ങളാരും ഇതിൻ്റെ ഒന്നും അടിമപ്പെട്ട് പോകരുത്, ഞാനിതിന് തിരുത്താൻ ശ്രമിക്കുകയാണെന്ന് പറയില്ല. മറിച്ച് വേറൊരു കുതന്ത്രശാലിയായിരുന്നെങ്കിൽ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് തെള്ളിക്കളയാണ്. പക്ഷേ ആ ഒരു വളരെ നിഷ്കളങ്കത അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. അത് ആ ഒരു കവിയുടെ നിഷ്കളങ്കത കൂടിയായിരിക്കാം. കവി തീയാണ് പറയുന്നതെങ്കിലും ഉള്ളിൽ വളരെ ആർദ്രതയുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല വേടൻ അനുഭവിച്ച, നമ്മൾ വേടനെ നല്ലവനാകൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഈ നല്ലവൻ ചീത്തവൻ എന്ന് പറയുന്ന സാധനം രൂപപ്പെടുന്നത് നമ്മൾ കാലാകാലങ്ങളായി ജീവിച്ച നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് കൂടിയാണല്ലോ. നമ്മുടെ ഉള്ളിൽ നല്ലതേത് ചീത്തയേതെന്നുള്ള വിവേചന ബുദ്ധി ഉണ്ടാകുന്നത്. അതിൽ വേടൻ അനുഭവിച്ച ജീവിതം വേറൊരു തരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഒരു തെരുവ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ കുറേ വർഷങ്ങൾ തെരുവിൽ ജീവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാനും. ആ അർത്ഥത്തിൽ വേടൻ പറയുന്നുണ്ട്, അമ്മയെക്കുറിച്ചുള്ള ആ സോഷ്യൽ ക്രിമിനൽ എന്ന് പറയുന്ന ആ ഒരു കവിത അല്ലെ ആ പാട്ടിൽ, ആ റാപ്പ് മ്യൂസിക്കിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ, തെരുവിൽ ഒറ്റയ്ക്ക് നിർത്തി എന്ന് പറയുന്നുണ്ട്. തെരുവിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന
ഒരു അസുരക്ഷിതമായിട്ടുള്ള, ദരിദ്രമായിട്ടുള്ള, അനാഥമാക്കപ്പെടുന്ന സാധാരണ അമ്മമാരെ പോലെയോ സാധാരണ കുടുംബങ്ങളെ പോലെയോ ഒന്നുമല്ല എൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കേണ്ടി വന്നത് എനിക്കാണ്. അത് ബാലവേല, അദ്ദേഹം തന്നെ അതിനെ വളരെ ആഴത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തൊഴിലെടുക്കാനായിട്ട് വിധിക്കപ്പെട്ട, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, ഈ വാത്സല്യവും ലാളനയും ഒക്കെ നിഷേധിക്കപ്പെട്ട് തെരുവിലേക്ക് ഇറക്കി നിർത്തപ്പെടുന്ന മനുഷ്യരോടാണ് നിങ്ങൾ നല്ലവനായി ജീവിക്കണം. അവൻ ദിവസേന കാണുന്നത് എന്താണ്? അവൻ ജീവിച്ച ഒരു കോളനി, നമ്മൾ ബാബാ സാഹേബ് ഗെറ്റോകൾ എന്ന് എഴുതുന്ന ആ കോളനികൾ, 50,000-ഓളം ദളിത് കോളനികൾ ഇന്നും കേരളത്തിലുണ്ട്. ഭൂപരിഷ്കരണം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ 70% ദളിതരും ഇന്ന് ജീവിക്കുന്നതും ഈ കോളനികളിലാണ്. ഈ കോളനികളിലേക്ക് അവരെ എത്തിച്ചതാരാണ്? ആ ചോദ്യമാണ് ആ പാട്ടിൻ്റെ തുടർ വരികളിൽ വേടൻ ചോദിക്കുന്നുണ്ട്. തെരുവിൽ ഞാൻ അലഞ്ഞു, സ്ട്രീറ്റിൽ എന്നാണ് എഴുതുന്നത്, തെരുവിലൊന്നും കൂടിയല്ല. ഡ്രഗ്സ്, വയലൻസ് എന്ന് പറഞ്ഞ് സ്ട്രീറ്റിൽ അലഞ്ഞു. അവരെ അവിടേക്ക് ഇറക്കി വിട്ടത് ആരാണ്? ആ കഥ ഞാൻ പറയാം എന്നാണ് പറയുന്നത്. അവിടെ ആരാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? സിസ്റ്റമാണ്. ആ ചോദ്യമാണ് തൻ്റെ പാട്ടുകളിലൂടെ വേടൻ ചോദിച്ചു, ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം ഉയരേണ്ടതുണ്ട്. ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ അധികാരത്തെ, രാഷ്ട്രീയത്തെ അവർക്ക് തിരുത്തേണ്ടിയാണ് വരുന്നത്. സ്വത്വരാഷ്ട്രീയത്തെ എതിർപക്ഷത്ത് നിർത്തേണ്ടതാണ് എന്ന് വാദിച്ചിരുന്ന ഒരു രാഷ്ട്രീയ വിഭാഗത്തിന് ഒരു തിരിച്ചറിവുണ്ടാവാനായിട്ട് കാലങ്ങളായുള്ള നിശബ്ദത ഭേദിച്ചുയർന്ന ഒരു ശബ്ദം അതിവിടെ അടിച്ചമർത്തപ്പെടാൻ പാടില്ല എന്ന് ആര് തീരുമാനിക്കുകയാണ്? മനുഷ്യരുടെ, അതായത് സിസ്റ്റം തെറ്റായ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ കറക്റ്റീവ് ഫോഴ്സായിട്ട് നിലകൊള്ളാൻ ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് ഈ സിസ്റ്റത്തെ തിരുത്തിയിട്ടുള്ളത്. കേരളം ആഗ്രഹിക്കുന്ന പോലെ വേദികളിൽ സജീവമായി വേടൻ തിരിച്ചു വരാനുള്ള സംവിധാനം കേരള സർക്കാർ ഒരുക്കട്ടെ നമുക്ക് ഈ വേളയിൽ ആശംസിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനിടയിൽ ഈ ഡോക്ടർ വിനീത വിജയൻ എന്നുള്ള പേരിന് പിന്നിൽ ഒരാളുണ്ട്. അത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട്. പക്ഷേ എങ്കിലും തെരുവിൽ കഴിയേണ്ടി വന്നു എന്ന് പറഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് അതിജീവിച്ചത്? ഞാൻ വേടനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം, ഞാൻ എന്തുകൊണ്ട് വേടനെക്കുറിച്ച് വൈകാരികമായിട്ട്, അല്ലെങ്കിൽ വേടൻ ആഴത്തിൽ സംസാരിക്കപ്പെടേണ്ട വിഷയം കൂടിയാണ്, വേടൻ ഒരു രാഷ്ട്രീയമാണെന്ന് പറയാനുള്ളതിൻ്റെ കാരണം, ഞാൻ ആ ജീവിതം ആ രീതിയിലല്ലെങ്കിൽ പോലും വേറൊരു തരത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ വേടന് സമാനമായി തന്നെ ഒരു അനാഥത്വവും അസുരക്ഷിതത്വവും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം പോലൊരു നഗരത്തിൽ പല തൊഴിലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കക്കൂസ് മാലിന്യം കഴുകലും മുതൽ ആശുപത്രിയിലെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റിൻ്റെ സൂക്ഷിപ്പുകാരിയായിട്ട്, അതുപോലെ ആശുപത്രി മാലിന്യം നീക്കൽ, പത്രക്കച്ചവടം, ലോട്ടറി ടിക്കറ്റ് കച്ചവടം തുടങ്ങിയിട്ട് എൻ്റെ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തൊഴിലുകൾ എടുത്തിട്ടുണ്ട്. പത്രക്കച്ചവടം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കേരള കൗമുദിയായിട്ട് അതിന് ബന്ധമുണ്ട്. ഫ്ലാഷ് സായാഹ്ന ദിനപത്രമായിട്ട് ഇറങ്ങുന്ന ആ സമയത്ത് 200 കോപ്പികൾ ഞാൻ എറണാകുളം നഗരത്തിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൗഡ് മൊമെൻറ്റ് കൂടിയാണ്. ഞാൻ വിറ്റ് നടന്ന പത്രത്തിൻ്റെ ചാനലിൽ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഞാൻ വന്നിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാര്യം അവിടെ നിന്നുകൊണ്ട് ഞാൻ ആ പത്രം വിറ്റ് നേടിയ തുട്ടുകൾ എൻ്റെ അറിവിനുള്ള മൂലധനമായിരുന്നു. അതെനിക്ക് അതൊരു ഔദാര്യമായിട്ടല്ല, എൻ്റെ അധ്വാനത്തിൻ്റെ, നമുക്കൊക്കെ അന്നം തന്ന ഒരാളാണ്. പത്രം വിറ്റ് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ നമ്മളിലേക്കും എല്ലാം വരുന്നത്. അപ്പം ആ തരത്തിൽ ആ പോരാടി വരുന്ന മനുഷ്യർക്ക് മാത്രം മനസ്സിലാവുന്ന ചില നൊമ്പരങ്ങളുണ്ട്. അങ്ങനെ വരുന്ന മനുഷ്യരെ നമുക്ക് പേ ബാക്ക് എന്ന് പറയണം. അവിടെയാണ് എനിക്ക് വേടനോടുള്ള ഒരു ബഹുമാനം. ഞാൻ എന്തുകൊണ്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ നേടിയ ഡിഗ്രിയുടെയോ ഞാൻ നേടിയ ജോലിയുടെയോ ബലത്തിൽ എൻ്റെ മാത്രം ഒരു സേഫ് സോണിൽ ഇരിക്കാം. അങ്ങനെ ഇരുന്നാൽ എനിക്ക് എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ, പക്ഷേ വിനീതയുടെ ജീവിതം ഒരു മാതൃകയാണ്. കാരണം ഈ പത്രം വിറ്റ് നടന്നു എന്ന് മാത്രമല്ല, മറ്റ് ജോലികൾ ചെയ്തിട്ടും ഡോക്ടറേറ്റ് എടുത്ത് കോളേജ് അധ്യാപികയായി എത്തിച്ചേർന്നില്ല. ആ ഒരു ലക്ഷ്യത്തിലെത്തി. അത് ഈ മേഖലകളിൽ തളരുന്ന, പ്രതിസന്ധി നേരിടുന്ന എല്ലാവർക്കും ഒരു പ്രചോദനം കൂടിയാണ്. അന്നേരം വേടനിലേക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് സ്വന്തം ജീവിതത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും എനിക്ക് അത്തരം വേടനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമുണ്ട്. വളരെ അടുത്ത സൗഹൃദം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം വേടനെ ഞാൻ ഈ പാട്ടുകളിലൂടെയാണ് കേട്ടറിഞ്ഞിട്ടുള്ളത് അധികവും. പിന്നെ സംസാരിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
വേടൻ്റെ ആ ടീമുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലുണ്ടായിരുന്നു. കാര്യം നമ്മൾ സന്തോഷവും സ്വീകാര്യതയും ഉള്ളപ്പോഴല്ല നമ്മൾ ഒരാളോട് സൗഹൃദവും ആ ബന്ധവും നമ്മൾ വ്യക്തമാക്കേണ്ടത്. അയാൾ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ആ വ്യക്തി മാത്രമല്ല, അയാൾ ഈ മനുഷ്യരുടെ മുഴുവൻ പ്രതീക്ഷയാണ്. നൂറ്റാണ്ടുകളുടെ നിശബ്ദത ഭേദിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉയർന്ന ഒരു ശബ്ദമെന്ന് ഒരു ജനത മുഴുവൻ കാതോർക്കുന്ന ഒരു മനുഷ്യൻ, അവൻ എൻ്റെ അഭിമാനമാണ്. വേടൻ അതിജീവിക്കും, തീർച്ചയായിട്ടും അതിജീവിക്കും. അതിജീവനങ്ങളുടെ ഒരു പിന്തുടർച്ച വേടനിലൂടെയും കൂടി സാധ്യമാകും എന്നാണ് വിശ്വാസം. ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ നന്ദി. എല്ലാ ആശംസകളും.